ഒരു ഇലയും കണ്ട് 4 അട ചുട്ടു. ഒരു സബ്സ്ക്രൈബർ പറഞ്ഞു തന്നതാ. അപ്പൊ നമ്മുടെ ഈസ്റ്റർ സ്പെഷ്യൽ ഷോപ്പിംഗ് ആണ് കേട്ടോ. 40 വെള്ളി മുതൽ അങ്ങനെയാണ്. അപ്പം നമുക്ക് ഈസ്റ്ററിന് വേണ്ടി ഇവള് വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്ന സാധനങ്ങൾ നമുക്ക് കാണാം. ഈ കവറിന് ഒരു പ്രത്യേകത ഉണ്ട്, എന്താണെന്നറിയാവോ? പറഞ്ഞു. തണുപ്പുള്ള വസ്തുക്കള് നമുക്ക് ഇതിനകത്ത് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ചു നേരം തണുപ്പായിട്ട് തന്നെ ഇരുന്നോളും. അമ്മ പറഞ്ഞ ഹാഫ് kg അത് അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഒരു സാധനം. ഇന്ന് എന്നെ അമ്മ ഈ അട ഉണ്ടാക്കാൻ കാര്യം? വേറെ ഒന്നും ഉണ്ടാക്കാനില്ലായിരുന്നു. എന്നാലും അട അമ്മയുടെ ഒരു സിഗ്നേച്ചർ ആണ്. നല്ല രുചിയാട്ടോ ഇതുപോലെ ചുട്ടെടുത്ത അട. കല്ലിൽ ചുട്ടതാ. അതെ, ഇത് കരിഞ്ഞൊന്നുമല്ല, ചുട്ടെടുക്കുമ്പോൾ വരുന്നതാണ്. നല്ല ടേസ്റ്റ് ആണ് ഇതിന്. അപ്പയുടെ ഫേവറേറ്റ്. അപ്പയ്ക്ക് പുഴുകിയതാണോ ചുട്ടതാണോ ഇഷ്ടം? ഭയങ്കര ഹോംലി ടേസ്റ്റാ. കല്ലിൽ ചുടണതാ. അതാ ഇങ്ങനെ മൊരിഞ്ഞിരിക്കണം. അതെ 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 അതെ, നോൺ സ്റ്റിക്കിലല്ല. വീട്ടിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും എത്ര കഴിച്ചാലും മതിയാവാത്ത ഒന്നാണ് അമ്മയുടെ ഈ സ്പെഷ്യൽ ഈസി പലഹാരം കേട്ടോ. പാളയംകുടം പഴമൊക്കെ കുറേ ഇങ്ങനെ ബാക്കി ഇരിക്കുമ്പോഴാണ് അമ്മ സാധാരണയായിട്ട് ഉണ്ടാക്കുന്നത്. പാളയംകുടം പഴം അങ്ങനെ ബാക്കി വരാറില്ല, എന്നാലും പഴുത്തത് കൂടുതലായിട്ട് നമുക്ക് ഇരിക്കില്ലേ, അന്നേരം അമ്മ ഇങ്ങനെ ഇടയ്ക്ക് ഉണ്ടാക്കും. നല്ല ടേസ്റ്റാണ് ഈ ചുട്ട അടയ്ക്ക്. ഇങ്ങനെ ഈ ചുട്ട അട ഉണ്ടാക്കിയതിന് ശേഷം ഇപ്പോൾ അട പുഴുങ്ങിയെടുക്കുന്നതിനോട് വലിയ താല്പര്യം ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. സ്ഥിരമായിട്ട് പുഴുങ്ങിയെടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ചുട്ട് നോക്ക് കേട്ടോ, നല്ല ടേസ്റ്റാണ്. പിന്നെ ഇങ്ങനെയേ ഉണ്ടാക്കുള്ളൂ, അതാണ് ഒരു പ്രത്യേക സ്വാദാണ് അതിന്. അതിൻ്റെ സ്വാദെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഹോംലി ഫീലിംഗ്, അല്ലെങ്കിൽ ഒരു ഗൃഹാതുരത്വം ഉണർത്തുന്ന ആ ഒരു ഓർമ്മ, അതൊക്കെയാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റിന് എൻഹാൻസ് ചെയ്യിപ്പിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളിത് കഴിക്കുമ്പോൾ തന്നെ പണ്ട് ഏതോ തറവാട്ട് വീട്ടിൽ നമുക്ക് നമ്മുടെ സ്നേഹമുള്ള നമ്മുടെ അമ്മൂമ്മമാരൊക്കെ ഉണ്ടാക്കി തന്ന ആ ഒരു ഫീലിംഗ് നമുക്കിത് കിട്ടും കേട്ടോ. അത്ര ടേസ്റ്റി ആയിരുന്നു. മധുരമൊന്നും അധികം ഇടേണ്ട ആവശ്യമില്ല, നല്ല മധുരമുള്ള പഴമൊക്കെ ആണെങ്കിൽ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എൻജോയ് ചെയ്ത് കഴിക്കുന്നുണ്ട്. ഞാൻ ഒരെണ്ണമൊക്കെ സാധാരണ കഴിക്കാറുള്ളൂ, പക്ഷേ അമ്മ ഇത് ഉണ്ടാക്കി തരുമ്പോൾ പിന്നെ എങ്ങനെ കഴിക്കാതിരിക്കും, 2 എണ്ണം കഴിച്ചു കേട്ടോ. നല്ല അടയാട്ടോ. ഗോതമ്പ് പൊടി, തേങ്ങ ചിരണ്ടിയിടും. അരക്കൊന്നുമില്ല, അല്ല അരക്കല് അടക്കില്ല. പിന്നെ ശർക്കര ഉരുക്കൂല, ചീകിയെടുക്കും. അതാണ് ഇതിന്റെ ടേസ്റ്റ്. അതാണ് ടേസ്റ്റ്. പിന്നെ പാളയംകുടം പഴം ചേർത്ത് ഇച്ചിരി ഉപ്പും ചേർത്ത് കുറച്ചു നേരം കുഴച്ച് വയ്ക്കും. ജീരകവും ഏലക്കായും ഇടാൻ മറന്നുപോയിന്ന. അത് കഴിഞ്ഞിട്ട് സാധാരണ കല്ലിൽ നെയ്യ് തൂവി വെച്ച് ഞാൻ കൈകൊണ്ട് പരത്തുക പതിവാ. ഒരു സബ്സ്ക്രൈബർ നമ്മളോട് പറഞ്ഞ പേര് നേരത്തെ ഒരെണ്ണം അനൗൺസ് ചെയ്തായിരുന്നു, മറന്നുപോയിട്ടോ. അപ്പം പേര് പറഞ്ഞതനുസരിച്ച് വാഴയിലയിൽ ഇച്ചിരി എണ്ണ തൂത്തേച്ച് ഞാൻ നെയ്യാ തൂക്കണത്. ഈ മാവ് അതിൽ പുരട്ടി വെച്ച് ഇങ്ങനെ അങ്ങ് വെക്കും. അത് കഴിഞ്ഞ് ഇച്ചിരി നേരം കഴിയുമ്പോൾ ഇല ഇങ്ങനെ പൊളിച്ചെടുക്കാം. ഒരു ഇലയും കണ്ട് 4 അട ചുട്ടു. ഒരു സബ്സ്ക്രൈബർ പറഞ്ഞു തന്നതാ. ഈ വീഡിയോ കാണുമ്പോൾ ആ പേര് നടിയിൽ പറഞ്ഞുതരാം കേട്ടോ. സബ്സ്ക്രൈബർ നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പേര് പറഞ്ഞപ്പോൾ മറന്നുപോയി. ഷൈനി സുരേഷ് അല്ല, വേറെ ആരോ, ജയലക്ഷ്മിയാണ്, ഞാൻ മറന്നുപോയി ആരാന്നുള്ളത്. അപ്പം നല്ലതാ, അത് ഇലയുടെ ഒരു ഇത് കിട്ടുകയും ചെയ്യും. ചൂടത്ത് എങ്ങനെയാ കാപ്പി കുടിക്കണേ? ഒരു ഉണർവ്. ചൂടാവുമല്ലേ വീണ്ടും? ചൂടാവുക. ചൂടിങ്ങനെ വന്നു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റാണ്ടാകുമ്പോൾ നമ്മൾ പല പല ഡ്രിങ്കുകൾ ട്രൈ ചെയ്യും കേട്ടോ. അത്തരത്തിലൊന്നാണ് ദേ ഈ സംഭാരം. അപ്പം ഇപ്പം ഇടയ്ക്ക് സംഭാരം മേടിച്ചുകൊണ്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഇപ്പം എനിക്കതൊരു ഫേവറേറ്റായി മാറി. ഈ സംഭാരം ഒരു 3/4 ഗ്ലാസോളം ഒഴിച്ചിട്ട് കുറച്ച് സോഡയും കൂടെ ഒഴിച്ച് കുടിച്ചു കഴിഞ്ഞാൽ അടിപൊളിയാണ്. പക്ഷെ സോഡ എപ്പോഴും അങ്ങനെ കഴിക്കണ്ടല്ലോ എന്ന് കരുതി ഇത്തവണ ഞാൻ സോഡ എടുത്തിട്ടില്ല കേട്ടോ. അപ്പം നമ്മുടെ ഈസ്റ്റർ സ്പെഷ്യൽ ഷോപ്പിംഗ് ആണ് കേട്ടോ. വൈകിട്ട് 7:45 സമയം ഇവള് വന്നു, ചായ കുടിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഇന്ന് കൊണ്ടുവന്ന് ഷോപ്പിംഗ് കഴിഞ്ഞു, അല്ല വന്നപ്പോൾ മേടിച്ചുകൊണ്ട് വന്ന സാധനങ്ങൾ നിങ്ങളെ കാണിക്കാം. കുറച്ച് സാധനങ്ങൾ ഈസ്റ്ററിൻ്റെ, ഒരുപാട് ആഘോഷങ്ങളൊന്നും നമുക്കില്ല. അതല്ലെങ്കിലും ഒരു ചടങ്ങിന് നമ്മൾ അമിതമായി ആഘോഷിക്കാറില്ല. നമ്മൾ നൊയമ്പെടുക്കണോ, അപ്പം നൊയമ്പ് വീടുക എന്നുള്ളൊരു കടമ നമുക്കുണ്ട്. ക്രിസ്ത്യാനികളായി നമുക്കെല്ലാവർക്കും ഈസ്റ്ററും ക്രിസ്തുമസും എല്ലാം നമ്മൾ ആഘോഷിക്കുന്നതല്ലേ. അപ്പം അതിൻ്റെ ഇതായിട്ട് ചെറിയ നൊയമ്പ് വീടുക, പിന്നെ ഒരു ചെറിയ സന്തോഷം പങ്കുവയ്ക്കുക. യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുവാഴ്ച വാരമാണിപ്പോൾ, ബുധനാഴ്ച. അതെല്ലാ വ്യക്തികൾക്കും അറിയാം. 40 വെള്ളി മുതൽ അങ്ങനെയാണ്. അപ്പം നമുക്ക് ഈസ്റ്ററിന് വേണ്ടി ഇവള് വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്ന സാധനങ്ങൾ നമുക്ക് കാണാം. ഇവിടെയും കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണുണ്ട്. ഇതിപ്പോൾ ഇവള് കുറച്ച് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു. അപ്പം അത് നിങ്ങളെ ഒന്ന് കാണിക്കാം. അപ്പോൾ ഓക്കെ, ഏതാ ആദ്യം തുറക്കണേ? മീറ്റ് ഐറ്റം തുറന്നു വെച്ചത് ഫ്രീസറിട്ട് വെക്കാം.
അപ്പം നമുക്ക് ഒരേ ഐറ്റംസ് കാണിക്കാം. അപ്പം ആദ്യം നമുക്ക് ഇതെടുക്കാം. ഇത് നമ്മൾ ഇച്ചിരി മീറ്റല്ലേ? അതെ, അത് ഫ്രിഡ്ജിൽ വെക്കേണ്ട സാധനങ്ങളെല്ലാം ഉണ്ട്, മീറ്റും ഉണ്ട് അതിനകത്ത്. അപ്പൊ ഈ കവറിന് ഒരു പ്രത്യേകത ഉണ്ട്, എന്താണെന്നറിയാവോ? പറഞ്ഞു. തണുപ്പുള്ള വസ്തുക്കള് നമുക്ക് ഇതിനകത്ത് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ചു നേരം തണുപ്പായിട്ട് തന്നെ ഇരുന്നോളും. തെർമിക് ബാഗ് ആണത്. ഹോട്ട് ഫുഡ് ആണെങ്കിൽ ഹോട്ടായിട്ട് കുറച്ചു നേരം ഇരിക്കും എന്നാ പറഞ്ഞ. അപ്പൊ ഐസ് ഒന്നും വേണ്ട, തണുത്ത ഫുഡ് ആണെങ്കിൽ അത് കോൾഡ് ആയിട്ട് തന്നെ ഇരിക്കും എന്നാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അല്ല, കൊടുത്തിരിക്കുന്നതല്ല, എന്നോട് ഏഞ്ചൽ പറഞ്ഞ ഒരു 3 മണിക്കൂർ വരെ ഡാമേജ് ഇല്ലാതെ ഇരിക്കും യൂസ് ചെയ്തായിരുന്നു. അതായത് അമ്മാമ്മ മറ്റേ കൊച്ചുമോന്റെ സിസ്റ്റർ വരുമ്പോ ഇവിടുന്ന് സാധനങ്ങൾ മേടിച്ച് പുതുപ്പള്ളി വരെയും കൊണ്ടുപോകാറുണ്ട്, ട്രെയിനിലൊക്കെ യാത്ര ചെയ്ത് കൊണ്ടുപോകാറുണ്ട് നേരത്തെ. അപ്പൊ അങ്ങനെ ഞാൻ പല പ്രാവശ്യം ഇവളോട് പറഞ്ഞു. ഒരു പ്രാവശ്യം ലുലു ചെന്നപ്പോ ഇവക്ക് കണ്ടു കിട്ടി, ഇവള് വാങ്ങിച്ചോണ്ട് വന്നാട്ടോ. 4-5 കൊല്ലം ആയില്ലേ ഇത് വാങ്ങിച്ചോണ്ട് വന്ന സാധനമാണ്. അപ്പൊ ഇതില് അപൂർവമായിട്ട് ഇവള് മേടിച്ചോണ്ട് വരുമ്പോഴേ ഇത് കൊണ്ടുപോകാറില്ല. ഇവിടെ മാർക്കറ്റിൽ പോകുമ്പോ ലോക്കലല്ലേ, അപ്പൊ സാധാരണ കവറിലാട്ടോ വാങ്ങിച്ചോണ്ട് വരാറ്. അപ്പൊ നമുക്ക് തുറന്ന് കാണിക്കാം. അതിന് ബട്ടനൊക്കെ ഉണ്ട്, അടച്ചു വെക്കണം. എനിക്കറിയാതെ. തണുത്ത ഐറ്റംസ് ആണ്, അതായത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ഐറ്റംസ് ആണ് ഞാൻ ഇതിനകത്ത് കീപ്പ് ചെയ്തിരിക്കുന്നത്. ഫ്രിഡ്ജിൽ വെക്കാത്തതും ആ കവറിനകത്ത്. എടുക്കട്ടെ. ഇത് ഇവിടെ വെച്ചേച്ചൊന്ന് കാണിച്ചേച്ച് വേഗം ഫ്രീസറിട്ട് വെക്കാം നമുക്ക് കേട്ടോ. അതല്ലേ നല്ലതാ. ആവി എടുക്കണം മോനെ, ഫാൻ ഇട്ടിട്ടും ആവി എടുക്കണം. ഇത് പുളിയിഞ്ചിയാണല്ലോ. പുളിയിഞ്ചിയുടെ കാര്യം എന്നോട് മിണ്ടിയില്ലല്ലോ, പക്ഷെ അത് മറന്നുപോയായിരുന്നു. അത് അയ്യോ, അത് പറയാൻ മറന്നുപോയായിരുന്നു കേട്ടോ. അപ്പൊ ഇത് 332 ഗ്രാം ആണ്, 86 രൂപ കേട്ടോ. ഇത് പിന്നെ പതിവ് പനീറ, അത് ഞാൻ വിട്ടുപോയിരുന്നു പറയാം. എനിക്കത് ഓർമ്മയുണ്ടായിരുന്നു. മറിച്ച് കാണിച്ച് 135 രൂപയാണ്. വില ഇച്ചിരി കൂടുതലാണ്, എന്നാലും ഞാൻ മേടിച്ചു, ആവശ്യമുള്ളതാണല്ലോ. ഇത് ഹാഫ് കിട്ടിയോ? ഹാഫാണ്, പക്ഷെ റേറ്റ് വളരെ കുറവാ. ആണോ? ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന റേറ്റ് 159 രൂപയാണ്, പക്ഷെ എനിക്ക് കിട്ടിയത് 79 രൂപയ്ക്ക്. അത്ര ഓഫർ ഉണ്ടായിരുന്നു. ഡേറ്റ് ഉണ്ടല്ലോ അല്ലേ? അതൊന്നും നോക്കൂന്ന് എനിക്കറിയാം. ഏകദേശം എനിക്ക് തോന്നുന്നു 80 രൂപയോളം ഓഫ് അല്ലെ, 82 രൂപയോളം ഓഫ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ആവി എടുക്കണം, അതുകൊണ്ട് ഞാൻ ഫാനിട്ടിട്ടു ആവിയാ. ചിക്കനാട്ടോ, അത് ഞാൻ പറയാം, വില ഞാൻ പറയാം. 105 രൂപ. ഗ്രാം എനിക്ക് കാണാൻ 496 ഗ്രാം. എനിക്ക് നമ്മള് ½ kg ചിക്കൻ എന്ന് പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിക്കൻ അപ്പത്തിന് വേണ്ടി ചാറ് അത് ഉണ്ടാക്കുമ്പോ കാണാം, ചാറായിട്ട് ചെയ്യാനാണ്. അപ്പൊ ½ kg ധാരാളം മതി. പിന്നെ നമ്മൾ ഇവിടെ വെട്ടനടുത്തുനിന്ന് നമ്മൾ ബീഫ് വാങ്ങിക്കുന്നുണ്ട്, സ്ഥിരം വാങ്ങിക്കുന്നിടത്തുനിന്ന്. പിന്നെ ഫിഷും വാങ്ങിക്കും, അതൊക്കെ നമ്മൾ മേടിക്കണാണല്ലോ. പിന്നെ നമ്മൾ അപ്പ ഇന്ന് ഇവിടെ മാർജിൻ ഫ്രീ ചെന്നപ്പോഴേ ബ്രില്ലറിന്റെ തന്നെ ഇത് കിട്ടി, ഫിഷ് കട്ട്ലറ്റിന്റെ. അത് വേണമെങ്കിൽ ഒന്ന് കാണിക്കാം. മേടിച്ചോ? മേടിച്ചു. ഇന്നപ്പോ വാങ്ങിച്ചോണ്ട് വെച്ചു മാർജിനിൽ ചെന്നപ്പോ. അപ്പൊ ഇന്നലെ അപ്പൊ വിളിച്ചു ചോദിച്ചപ്പോ അവിടെ ഉണ്ടെന്ന് ജോൺസൺ പറഞ്ഞായിരുന്നു. അപ്പൊ അവിടെ നിന്ന് എടുത്തു. അത് കാരണം ബ്രില്ലറിന്റെ തന്നെ അബാദിന്റെ. അപ്പൊ അത് ഞാൻ വേണമെങ്കിൽ എടുത്തോണ്ട് വരാം. ഡീപ് ഫ്രീസറിലായിരിക്കണം. അപ്പൊ ഇത് നമുക്ക് ഫ്രീസറിലേക്ക് വെച്ചേച്ച് വരട്ടെ എന്നാ ഞാൻ വെച്ചേച്ച് വരാം. അങ്ങോട്ട് വരാം. അപ്പം മേടിച്ചതാണോ? അതെ, അപ്പം മേടിച്ച മാർജിൻ ഫ്രീ എന്നാ. ഇതാകുമ്പോ പിന്നെ എളുപ്പമുണ്ട്, വറുത്താ മതിയല്ലോ. ഇത് വില ഞാൻ പറയാട്ടോ. 400 ഗ്രാമാണ്. 500 ഗ്രാമാണോ? ഇവിടെ എവിടെയെങ്കിലും വില കാണും. 280 രൂപ ഉണ്ടല്ലേ? ഇച്ചിരി ചിലപ്പോ കുറവുണ്ടാവും, മാർജിൻ ഫ്രീ ആയതുകൊണ്ട്. വില കണ്ടു. എന്നാ വെച്ചേച്ച് വരട്ടെ. ഫിഷ് കട്ട്ലറ്റ് അന്നേരം ഇൻസ്റ്റന്റ് വറുത്തെടുത്താ മതി. അതെ, ഇതൊന്നും പ്രൊമോഷൻ അല്ല കേട്ടോ, ഒരിക്കലും അല്ല. പൈസ കൊടുത്ത് മേടിച്ചേക്കണതാ. ബില്ല് വേണമെങ്കിൽ മാർജിനിലെ പോക്കറ്റിൽ ഉണ്ടാവും. ബില്ല് കളഞ്ഞോന്ന് എനിക്ക് അറിയില്ല കേട്ടോ, കളഞ്ഞോന്ന് എനിക്ക് അറിയില്ല. അപ്പൊ അത് ചെക്ക് ചെയ്യാറുണ്ട് എപ്പോഴും. അപ്പൊ ഈസ്റ്റർ ഷോപ്പിംഗ് ആണ് ഇതൊക്കെ. അത് വേറൊരു സാധനം അതിന്റെ അകത്തുണ്ട്, അതിന് പൊതിയാൻ വേണ്ടിട്ടാ. ആണോ? പ്രസന്റേഷൻ റാപ്പർ, നല്ല ഭംഗിയുള്ള പ്രസന്റേഷൻ റാപ്പർ. ഇത് എവിടെന്നാ എടുത്ത്? ലുലുന്നാ. ആണോ? ഒരെണ്ണം 15 രൂപ. അതല്ലേ, നല്ല ഡിസൈൻ അല്ലേ? പക്ഷെ നല്ല ഡിസൈനാ. ഇവിടെ ഇരിപ്പുണ്ടോ അത്? പ്രസന്റേഷൻ റാപ്പർ ഉണ്ട്, പക്ഷെ പലതിന്റെയും പൊളിച്ചെടുത്തേച്ച് വെച്ചേക്കണം. അത് മതിയാവും, എനിക്കത് മതിയാവും. കാരണം ഒരു ചെറിയ പോർഷൻ മതി എനിക്ക്. അതുണ്ടാവും, ദിവാന്റെ അടിയിലുണ്ട്. അത് എന്തിനാന്ന് ഇപ്പൊ കാണിച്ചു തരാം. ഇതെന്നതാ പോലും. അത് അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഒരു സാധനം. എനിക്ക് കുറിക്കുന്ന വല്ലതാണോ? പൊട്ടിച്ചോ. അമ്മ ഇടയ്ക്ക് എന്നോട് പറയാറുള്ളതാ. നല്ല സാധനം ഇത്. പഴുത്ത് തുടങ്ങണ ചമ്രം കൊണ്ട കായ, ഏത്തക്കായ് വറുത്തതാ. അപ്പൊ എന്നാ വിലയെന്നറിയോ ഇതിന്? ഭയങ്കര
എത്രയാ വില? 200 ഗ്രാം 104 രൂപ. വറവടയാണോ? ആ പറഞ്ഞാരേ എന്നാ റേറ്റ്? 104 രൂപയാ. ചിപ്സ് ഐറ്റംസ് വെളിച്ചെണ്ണയിൽ തന്നെ വറക്കണമെന്ന് അവര് പറഞ്ഞു. ആ വറവുകടയിൽ അല്ലെങ്കിൽ നല്ല സാധനം പണ്ട് സ്ഥിരം മേടിക്കാറുള്ളതല്ലേ പല സംഗതികളുമായിട്ടാണ്. ഇതെന്നാ കുപ്പി പ്രതീക്ഷിക്കാത്ത ലെമണാണല്ലോ. അത് ഞാൻ ലെമൺ ജിഞ്ചറാ നോക്കിയത്. പക്ഷെ ലെമൺ സ്ക്വാഷ് ആയത്. ഞാൻ ഇന്നാള് മേടിച്ചോണ്ട് വന്ന ലെമൺ ജിഞ്ചർ സ്ക്വാഷ് ആയിരുന്നു. പക്ഷെ ഇത്തവണ ലെമൺ മാത്രമേ കിട്ടിയുള്ളൂ, ജിഞ്ചർ ഇല്ല അല്ലേ? കിട്ടിയില്ല. പിന്നെ നോക്കി പോകാനുള്ള സമയം ഉണ്ടായില്ല. അത് മേടിച്ചത് നല്ലതായിരുന്നു, ലെമൺ ജിഞ്ചർ നല്ലതായിരുന്നു. അത് സ്വല്പം കണ്ടുപിടി ഇരിപ്പുണ്ടെന്നോ? ഇല്ല, അത് തീർന്നു ഫുള്ള്. ഇത് ഇവിടെ ഇരിക്കുമ്പോ എന്തായാലും വേണ്ടി വരും. റേറ്റ് നോക്കി 105 രൂപയാണ് കേട്ടോ. ലെമൺ ജിഞ്ചറാ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ലെമൺ ജിഞ്ചർ നല്ലതാ, നല്ലതാ. അത് കോൺഫ്ലെക്സ് ചെറിയ പാക്കറ്റ്. ഇവിടെ ഇരിക്കുന്ന ദിവസം രാവിലെ ഒക്കെ ഉണ്ടല്ലോ, രാവിലെ 2 ദിവസം ഉണ്ടല്ലോ. 20 രൂപ. 20 രൂപ സാമ്പിൾ പാക്കറ്റ് അല്ലേ? ചോക്ലേറ്റിന്റെ ആണോ അതോ ഓർഡിനറി ആണോ? ഇതൊക്കെ ഓർഡിനറി. ചോക്ലേറ്റ് സാമ്പിൾ പാക്കറ്റ് അങ്ങനെ കണ്ടിട്ടില്ല. ഇത് പഴായിരിക്കും. ഞാലിപ്പൂവൻ സ്മൂത്തി അടിക്കാൻ. പാല് തണുപ്പിച്ചത് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. കോൺ കോൺ. പിന്നെ ഒരു സാധനം കൂടി കിൻഡർ ജോയ്. ഇപ്പൊ എന്തിനാന്ന് മനസ്സിലായോ? എനിക്ക് മനസ്സിലായി. കഴിഞ്ഞ കൊല്ലത്തെ മേടിച്ച അടപ്പോട് കൂടി ഇവിടെ ഈ സാധനം ഇരിപ്പുണ്ട്. പക്ഷെ അതിന്റെ അടപ്പ് തുറന്നാ അപ്പൊ ഇരിക്കണം. അപ്പൊ 2 നമുക്ക് വെക്കാം. അത് അടപ്പ് ജോയിൻ ചെയ്ത് വെക്കാൻ പറ്റുമോന്ന് എനിക്കറിയില്ല കേട്ടോ. ഏതായാലും നോക്കാം. ഇപ്പൊ എനിക്ക് പിടികിട്ടി. ഇത്ര സാധനങ്ങളാണോ ഉള്ളത്? ഇതില് ബില്ല് കിടപ്പുണ്ടല്ലോ. അത് ആ ബില്ലല്ല, എന്റെ ബില്ല് കാണിച്ചോട്ടോ. ചിക്കന്റെ ഒക്കെ എല്ലാം ഉൾപ്പെടെ ബില്ല് കാണിച്ചു വന്നിട്ട് റേറ്റും പറഞ്ഞേരെ. നമ്മളിവിടെ ഇത് മാത്രം ഇപ്പൊ മാർജിനിൽ കണ്ടപ്പോ മേടിച്ചോണ്ട് വന്നേ ഉള്ളൂ. ശനിയാഴ്ചയാണ് ബീഫും മീനും ഒക്കെ മേടിക്കുള്ളൂ. അന്നേരം അതിന്റെ പാചകമൊക്കെ ശനിയാഴ്ച ബീഫ് ഉണ്ടാക്കി വെക്കണം, ചിക്കൻ ശനിയാഴ്ച വൈകിട്ട് ഉണ്ടാക്കി വെക്കണം, മീനും വേവിച്ച് വെക്കണം. അപ്പൊ പിന്നെ ഞായർ എളുപ്പമല്ലേ. ഞായർ പിന്നെ അപ്പത്തിന് രാത്രിയിൽ ആട്ടിയിട്ടാൽ രാവിലെ അപ്പം ചൂടാം. ഉച്ചത്തേക്ക് മീൽസാണ് ഉദ്ദേശിക്കണേ. വൈകിട്ട് ചപ്പാത്തി ആയിരിക്കും മിക്കവാറും. കറികൾ ഇരിപ്പുണ്ടല്ലോ, അപ്പൊ കറികൾ കൂട്ടി കഴിക്കാം എന്നൊക്കെയാണ് ഉദ്ദേശിച്ചിരിക്കണേ കേട്ടോ. ഇന്നിപ്പോ ഒന്നും ആയില്ല. ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തേ ഉള്ളൂ. നമ്മള് അമിതമായി ഒന്നുമില്ല, ഒന്നും നൊയമ്പ് വിടുക. അതെ, വളരെ ലൈറ്റ് ആയിട്ടുള്ള സംഗതികൾ. ഭക്ഷണം അധികം കഴിക്കണ്ടെന്ന് മനഃപൂർവ്വം വിചാരിച്ചു എല്ലാ തരത്തിലും ഭക്ഷണങ്ങള്. മറ്റേ വേറെയുള്ള ഒരു ഐറ്റംസ് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല നിലവിൽ. പിന്നെ നൊയമ്പ് ഇത്രയും നാള് തുടങ്ങിയിട്ട് നമ്മള് പെട്ടെന്ന് ഒരു ദിവസം കൊറേ ഫുഡ് കഴിക്കുമ്പോ വയർ അക്സെപ്റ്റ് ചെയ്യില്ല. അത് ശരിയാവില്ല. എനിക്ക് ഒട്ടും പറ്റൂല. പ്രത്യേകിച്ച് എന്റെ വയറിനും ഭയങ്കര വിഷയം. അങ്ങനെ ചെന്ന് പതുക്കെ നമ്മൾ ഗ്രാജുവലി ഓരോന്ന് കഴിച്ച് ഇത്രയും ദിവസം നീ പറഞ്ഞ പോലെ വെജ് മാത്രം ഉപയോഗിച്ച് ഇപ്പൊ ശരിക്കും പറഞ്ഞ 8-9-40 വെള്ളിയാഴ്ച മുതൽ മിക്കവാറും മാങ്ങാ ചമ്മന്തി ഉണ്ട്. മാങ്ങ ഇഞ്ചി ഇട്ടിട്ടുള്ള ഒരു പൂള് മാങ്ങ ഇട്ടിട്ടുള്ള ചമ്മന്തി ഉണ്ടാവും. പിന്നെ അച്ചിങ്ങ തോരൻ, പിന്നെ വാഴക്കൂമ്പ് തോരൻ, പിന്നെ ഞാൻ പറയാം ഇടിഞ്ചക്ക തോരൻ. ഇങ്ങനെയൊക്കെയുള്ള തോരനുകളാണ് കൂടുതലും. പിന്നെ അച്ചിങ്ങായും കായും മെഴുക്ക് പുരട്ടി, ചക്കക്കുരു. ഞാൻ അപ്പയുടെ ഇന്ന് പറഞ്ഞു മുരിങ്ങക്കോലും മേടിച്ചിട്ടുണ്ട്. ചക്കക്കുരു മുരിങ്ങക്കോലും കൂടെ വളർത്താൻ. ഇപ്പൊ അങ്ങനെയൊക്കെയുള്ള സംഗതികളാണ്. ഉച്ചയ്ക്ക് എല്ലാ ദിവസവും ഇപ്പൊ കഞ്ഞിയായിട്ട് എടുക്കണം. വൈകിട്ട് ഞാൻ ആ കഞ്ഞിയിൽ സ്വല്പം ഉണ്ടാവും. വൈകിട്ട് ഞാൻ ആ കഞ്ഞി ചൂടാക്കി എടുക്കും. അപ്പൊ ചപ്പാത്തി കഴിക്കണം. ചപ്പാത്തി വാങ്ങിക്കുന്നതാട്ടോ, വാങ്ങിച്ചു വെച്ചേക്കും. എന്നിട്ട് വെജിറ്റബിൾ കറി ഉണ്ടാക്കി വെച്ചേക്കും. അപ്പൊ അത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഈ ഉരുളക്കിഴങ്ങും പീസും എല്ലാം കൂടെ ഇട്ട് അപ്പൊ ആ കറി കൂട്ടി അപ്പൊ അത് കഴിക്കും. അങ്ങനെയാണ് പരിപാടി. ഇവള് ഡിഫറെന്റ് ആയിട്ടുള്ള സംഗതി. ചിലപ്പോ ബ്രെഡ് ആയിരിക്കും, ചിലപ്പോ ബ്രെഡ് മസാല, പിന്നെ ചിലപ്പോ പനീറൊക്കെ ഇല്ല അങ്ങടെ കുത്തിക്കലക്കി എന്നാണ്ടൊക്കെ. പിന്നെ ചിലപ്പോ സ്മൂത്തി അടിക്കും, പാല് ചേർത്ത് പഴം ചേർത്ത്, അങ്ങനെയൊക്കെയുള്ള പല പല വെറൈറ്റി സാധനങ്ങൾ. പിന്നെ അപ്പം സ്ഥിരം തണ്ണിമത്തൻ കൂടെ മേടിച്ച് വെച്ചിട്ടുണ്ടാവും. ഇവള് കുറച്ച് അത് കഴിക്കും. അങ്ങനെയൊക്കെയുള്ള സംഗതികളാണ് ചൂടത്താണ്. ഞങ്ങളും കഴിക്കാറുണ്ട് കേട്ടോ തണ്ണിമത്തങ്ങ. ഞാൻ ഇന്ന് മേടിച്ചപ്പോൾ പറഞ്ഞു ഒരുപാട് വലുത് മേടിക്കരുത്, ഫ്രിഡ്ജിൽ ഒരുപാട് സാധനങ്ങൾ വെക്കാനുണ്ട്, അതുകൊണ്ട് 2-2.5 കിലോയിൽ കൂടുതൽ മേടിക്കരുതെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഇപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വലുത് മേടിച്ചാൽ കട്ട് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ബുദ്ധിമുട്ടാണ്. ക്ലിംഗ് ട്രാപ്പ് വെച്ച് അടച്ചതിൽ വെച്ചേക്കണം. 1/4 പോർഷനിങ് എടുത്തിട്ടുണ്ട്. ബാക്കി കട്ട് ചെയ്തൊരു സ്റ്റീൽ ടെംപ്ലറിൽ ഞാൻ വെച്ചിട്ടുണ്ട് അടച്ച്. തണുപ്പ്, നിനക്ക് തണുപ്പ് വേണമല്ലോ കഴിക്കാൻ, ചിൽഡ് ആയിട്ടുള്ളത് കഴിക്കണം എനിക്കിഷ്ടം. അപ്പോൾ പറഞ്ഞു ഇച്ചിരൂടെ മധുരം ഉണ്ടായാലും വലുത് മേടിച്ചായിരുന്നു. അപ്പോൾ ഇതിൽ സൂക്ഷിക്കണ്ടേ, ഫ്രീസറിൽ കൊണ്ട് വെക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ഷോപ്പിംഗ്. ഒത്തിരി നാൾ കൂടിയാ കോൺ മേടിക്കുന്നത്. ബില്ല് കാണിക്കാം. ബില്ല് എടുത്തോണ്ട് വരാതാ നല്ലത്. അപ്പൊ ഇന്നത്തെ ടോട്ടൽ കോസ്റ്റ് എത്രയാണെന്നറിയോ? ഇല്ല, പറഞ്ഞോ. നീണ്ട ബില്ല് 628 രൂപ. അപ്പൊ ചിക്കനും മറ്റതൊക്കെ ഇല്ലേ? അതെ എല്ലാത്തിന്റെ റേറ്റ് കൃത്യമായിട്ട് ഇതിനകത്തുണ്ട് കേട്ടോ.
പിന്നെ ചിപ്സിന് 104 രൂപ. അപ്പൊ ആകെ കൂടി 628 പ്ലസ് 104 732 രൂപയുടെ ഐറ്റംസ്. പണ്ടത്തെ ഹോർലിക്സ് കുപ്പി, പണ്ടത്തെ കുപ്പി, പണ്ട് ഇങ്ങനത്തെ കുപ്പിയിലായിരുന്നു ഹോർലിക്സ് കിട്ടണേ അല്ലേ? അതെ, പലർക്കും ഇതൊരു നൊസ്റ്റാൾജിയ ഈ കുപ്പി കാണുമ്പോ പറയാറുണ്ട് പലരും. ഇതില് വറവരി കിടന്നാട്ടോ, ഞാൻ പിന്നെ കഴിയില്ല. മറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ, വേറെ കുപ്പിട്ടിങ്ങനെ മാറ്റാം. കഴിച്ചു നോക്കിയേ. അമ്മയുടെ ഫേവറേറ്റ് ആണിത്. നല്ല ക്രിസ്പി ആയിരുന്നു കേട്ടോ. ഒരുപാട് മധുരമൊന്നും ഉണ്ടായിരുന്നില്ല, ലൈറ്റ് ആയിട്ട് ഒരു പൊട്ടിക്ക് മധുരം ഉണ്ടായിരുന്നുള്ളൂ.